assalamu alaikum. Welcome back to my channel Sajnas Kitchen. നിങ്ങളെല്ലാവരും സുഖമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിലെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഹൽവയുടെ വീഡിയോ കണ്ടിട്ട് ഒരു ഫീഡ്ബാക്ക് ആയിട്ടാണ് വന്നത്. അപ്പോൾ ആ ആൻറ്റി ഉണ്ടാക്കിയൊരു ഹൽവയുടെ പിക്കാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി റിസൾട്ടാണ് തന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അതേപോലെ തന്നെ നിങ്ങളും എനിക്ക് ഒരുപാട് ഇതേപോലെ കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ നിങ്ങളും എന്തായാലും ഇത് ട്രൈ ഔട്ട് ചെയ്യുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റെ ആ ഹൽവ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ മുകളിൽ ഐ കാർഡ്സിൽ കൊടുക്കാം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ നാടൻ കേരള സ്റ്റൈൽ അയല ഫ്രൈ ആണ്. അപ്പോൾ അയല ഫ്രൈ പറയുമ്പോൾ നമുക്ക് എന്താ ഇത്ര സ്പെഷ്യാലിറ്റി എന്ന് വിചാരിക്കും. അപ്പോൾ ഇത് നമ്മുടെ സാധാ അയല ഫ്രൈ അല്ല, നമ്മുടെ നാടൻ വേറൊരു സ്റ്റൈൽ അയല ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ മസാലയൊക്കെ ഇട്ട് നിങ്ങൾ അയല ഫ്രൈ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ നിങ്ങൾ ഇത് തന്നെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തുള്ളൊരു ബെൽ ഐക്കൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾ ഓപ്ഷൻ കാണും, അതുകൊണ്ട് ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ അയല ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി വേണം. അതിന് ഞാനിവിടെ ഒരു 4-5 കഷ്ണം ഇഞ്ചിയും ഒരു 10-11 വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയൊരു നാരങ്ങയുടെ നീരാണ്. മുഴുവൻ നാരങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നാരങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ സുർക്കയും വിനാഗിരിയും കൂടി ആഡ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് മസാലകൾ വേണം. അപ്പം മസാലകൾ വേണം നമുക്ക് ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞൾപ്പൊടി വേണം, കുരുമുളക് വേണം, അതേപോലെ തന്നെ മുളക് പൊടി വേണം. പിന്നെ നമുക്ക് ഒരു 4-5 വറ്റൽമുളക് വേണം. ഇവിടെ ഞാൻ കുരുമുളക് പൊടിയല്ല എടുത്തേക്കുന്നത്, കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ പേസ്റ്റിലോട്ട് മസാല പേസ്റ്റിലോട്ട് കായം കൂടി ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കായം ആഡ് ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്ത ഫ്ലേവർ നിങ്ങൾക്ക് കിട്ടും. ഞാനിവിടെ കായം ആഡ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമുക്കൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ്, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും. പിന്നെ ഞാൻ ഒരു ഫുൾ ടേബിൾ സ്പൂൺ അല്ല, പക്ഷേ മുഴുവനാവരുത്, ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളകും, അതേപോലെ തന്നെ ഒരു 4-5 വറ്റമുളകും കൂടി വേണം. അതും പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഫൈൻ മസാല പേസ്റ്റ് ആക്കി നമുക്ക് അരച്ചെടുക്കാം. പിന്നെ ഞാനിവിടെ മീൻ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ഫ്രഷ് അയിലമീൻ തന്നെ കിട്ടി. ഈ ഫ്രഷ് അയിലമീൻ ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇനി അതിലേക്ക് നമ്മുടെ മസാല പേസ്റ്റ് നന്നായിട്ട് പിടിപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വരഞ്ഞ ഭാഗത്തും ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് പിടിപ്പിച്ചു കൊടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് യോജിപ്പിച്ചിരിക്കുന്നതിലാണ് നമ്മുടെ മീനിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഞാൻ ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാണ്. ഇനി നമുക്ക് ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കാം. അത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഓരോ മീനായിട്ട് നമുക്ക് ഇട്ട് വറുത്തെടുക്കാം. ഞാൻ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അതായത് ഞാൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചത്. ഫ്രിഡ്ജിൽ വെച്ച് മാരിനേറ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ഫിഷിന് കിട്ടും. 20 മിനിറ്റിന് ശേഷമാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ ഫിഷൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഓയിൽ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടാണ് ചൂടാക്കേണ്ടത്. ഫിഷ് ഇട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ടാക്കുക. എന്നാലാണ് നമ്മുടെ ഫിഷ് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുള്ളൂ, ഉള്ളിലൊക്കെ വെന്ത് കിട്ടുള്ളൂ. പിന്നെ നമ്മുടെ ഫിഷ് ഒരുപാട് ഡ്രൈ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. അതെന്തായാലും ഏത് ഫിഷ് ആണെങ്കിലും ഒരുപാട് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഡ്രൈ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഉള്ളി വേവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിവിടെ അയല തിരിച്ചു മറിച്ചൊക്കെ ഇടുന്നുണ്ട്. ഞാൻ അവസാനമായിട്ട് അതായത് ഫിഷ് സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വേപ്പില ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
അപ്പോൾ വേപ്പില ആഡ് ചെയ്യുമ്പോൾ നല്ല ഫ്ലേവർ ഫിഷിന് കിട്ടും. അത് എന്ത് ഫ്രൈ ചെയ്താലും, ചിക്കൻ ആണെങ്കിലും ഫിഷ് ആണെങ്കിലും എന്ത് ഫ്രൈ ചെയ്താലും അവസാനം നമ്മൾ വേപ്പില ആഡ് ചെയ്യുമ്പോൾ നല്ല ഫ്ലേവർ കിട്ടും. അതൊരു ടിപ്പാണ്, അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമ്മുടെ ഫിഷൊക്കെ റെഡിയായി വന്നു. ഈ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പരമാവധി ലെമൺ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം വിനാഗിരി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിഷ് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പം ലെമൺ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഫിഷിൻ്റെ ടെക്സ്ചർ അനുസരിച്ച് കിട്ടും. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ വേപ്പൽ നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ ഡ്രൈ ഫ്രൈ ആക്കരുത്. ജസ്റ്റ് ഒന്ന് മുരിഞ്ഞ് കിട്ടുന്ന വരെ, ഉള്ളൊക്കെ വെന്ത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുന്ന വരെ മാത്രമേ നിങ്ങൾ കുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഡ്രൈ ഫ്രൈ ഒരിക്കലും ആക്കരുത്. അപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. പിന്നെ കായ ഇടുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള നാടൻ അയല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ സ്റ്റേ ട്യൂൺ. അസ്സലാമു അലൈക്കും.